Good morning, all dear students. Thus, we have completed our first unit. Today, we are going to discuss our second unit. The name of our unit is here, the language of birds. The language of birds. പക്ഷികളുടെ language. What is language? ഭാഷ അല്ലേ? Can you identify what the birds speak? Can you hear? You can hear the birds chirping like that, but can you identify what they are speaking, what they are trying to convey with us? Anyway, here we have a story, the language of birds. പക്ഷികളുടെ ഭാഷ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരും നമ്മുടെ ഫസ്റ്റ് കഥയും അത് തന്നെയാണ്. ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഇറ്റ് ഈസ് എ റഷ്യൻ ഫോക്ക് ടെയിൽ. ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഈസ് എ റഷ്യൻ ഫോക്ക് ടെയിൽ. വാട്ട് ഈസ് ഫോക്ക് ടെയിൽ? You know what is folk tale? Folk tale means in Malayalam we can say നാടോടി കഥ. അപ്പോൾ ഒരു റഷ്യൻ നാടോടി കഥയാണ് ഏത് ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നത്. നമുക്കതൊന്ന് നോക്കാം. അതിനു മുമ്പ് ഹിയർ ഇൻ പേജ് നമ്പർ 59 you have a task. Follow the instructions and make a bird with a paper. You following these instructions you have to make a bird with paper. താഴെ കൊടുത്ത ഹിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പേപ്പർ കൊണ്ടൊരു പക്ഷിയെ നിർമ്മിക്കാനാണ്. അതായത് ടേക്ക് എ സ്ട്രിപ്പ് ഓഫ് പേപ്പർ 30 cm into 2.5 cm. ഫോൾഡ് ദി പേപ്പർ ടു മേക്ക് എ നോട്ട്. Draw dotted lines for the beak and feather. ഇങ്ങനെ കുറേ കട്ട് ത്രൂ ദി ഡോട്ടഡ് ലൈൻസ്. എനിവേ, പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം പക്ഷികളെ ഉണ്ടാക്കാൻ കഴിയും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പേപ്പർ കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഡിഡ് യു മേക്ക് ദി ബേർഡ്? എന്നിട്ട് നിങ്ങളതൊന്ന് പറയുക, നിങ്ങൾക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, കളർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റിയാണ്. ഹൗ മെനി ഓഫ് യു ക്യാൻ മേക്ക് ബേർഡ്സ് യൂസിങ് പേപ്പർ ബേർഡ്സ്? എനിവേ, യു ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് യുവർ പാരൻസ് ആൾസോ യു ക്യാൻ മേക്ക് എ paper bird. Okay, here let's come to our topic. Let's discuss it. Here in page number 60, what is the name of our story? What is the name of our story? Yeah, the language of birds. പക്ഷികളുടെ ഭാഷ. In page number 60 we are entering the story. A soothing song. Soothing song means വളരെ മനോഹരമായ, നമുക്ക് ഇമ്പമാർന്ന, വളരെ സമാധാനം നൽകുന്ന ഒരു ഗാനം. In Russia, you know what is Russia? Where Russia situated? എവിടെയാണ് റഷ്യ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ഓക്കെ, എനിവേ, ഇൻ റഷ്യ there lived a rich merchant. റഷ്യ എന്ന രാജ്യത്ത് a rich merchant lived. What is merchant? Yes, what is merchant? Yeah, കച്ചവടക്കാരൻ. ഒരു വളരെ പണക്കാരനായ ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. He had a servant. അവനൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. What is servant? Yes, servant means പരിചാരകൻ, ജോലിക്കാരൻ. അപ്പോൾ റഷ്യയിലൊരു പണക്കാരനായ ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. അവനൊരു പരിചാരകനുണ്ടായിരുന്നു. എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഇവാൻ. എന്താണ് ആ കുട്ടിയുടെ പേര്? ആ പരിചാരകൻ്റെ പേര് ഇവാൻ എന്ന പേരുള്ള വളരെ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ്, വളരെ ചുറുചുറുക്കും ധൈര്യവും ഒക്കെ ഉള്ള ഒരു
ഒരു ആൺകുട്ടിയായിരുന്നു ഇവാൻ. അവനായിരുന്നു ഇയാളുടെ ഈ മെർച്ചൻറ്റിൻ്റെ ജോലിക്കാരൻ. ദി മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ. ദിസ് റിച്ച് മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ. വാട്ട് ഈസ് ക്രൂവൽ മാൻ? ഇസ് വളരെ ഭയങ്കരനായ, വളരെ എന്താ പറയുക, ദേഷ്യപ്പെടുന്ന, എപ്പോഴും ചൂടാകുന്ന ഒരു വ്യക്തിയായിരുന്നു, ക്രൂവലായിരുന്നു ഈ മെർച്ചൻറ്റ്. ഹി മേഡ് ഇവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. ഹി മേഡ് ഇവാൻ ടു ടോയിൽ ഫ്രം dawn to dusk. What is toil? Toil means hard work, കഠിനാധ്വാനം. അതായത് ഡോൺ മുതൽ ഡസ്ക് വരെ. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഡസ്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഡസ്ക്? ഡസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ്. ഡോൺ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, ഡസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവനെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുമായിരുന്നു ആ മുതലാളി, ആ മെർച്ചൻറ്റ്. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഇവാന് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു സമയം, അതായത് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ കിട്ടിയിരുന്നില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ബോയ്, ദി സെർവൻറ്റ് ബോയ്? ഇവാൻ. വാട്ട് ഈസ് ഹിസ് പെക്യുലിയാരിറ്റീസ്, ഹിസ് ക്യാരക്ടർ? ഹിസ് വെരി ബ്രൈറ്റ് ആൻഡ് ബ്രേവ്. ധൈര്യശാലിയുമാണ്, വളരെ ബ്രൈറ്റാണ്, വളരെ ചുറുചുറുക്കുള്ള, വളരെ എന്താ പറയുക, വി ക്യാൻ സേ ബ്രൈറ്റ് ആൻഡ് ബ്രേവ്. ചുറുചുറുക്കും ധൈര്യവും നല്ല ഊർജവും തേജസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ഇവാൻ. അവന് റെസ്റ്റ് എടുക്കാൻ പോലും അദ്ദേഹം സമയം കൊടുക്കാറുണ്ടായിരുന്നില്ല. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക് ഇവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. പേജ് നമ്പർ 61. ടയേർഡ്, യു ഹാവ് ടു റീഡ് ദി സ്റ്റോറി വൺസ് ബിഫോർ ഐ റീഡ്. ഞാൻ വായിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കിയിരിക്കണം. ഓക്കെ. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക്, കഠിനാധ്വാനം, വളരെ ശക്തമായ കഠിനമായ ജോലി ചെയ്ത് ക്ഷീണിതനായിട്ട് ഇവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. ഇവാൻ എന്ത് ചെയ്യും? തൻ്റെ ബെഡിൽ പോയിട്ട് കിടക്കും. രാത്രിയായാൽ തൻ്റെ കഠിനാധ്വാനമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി ഇവാൻ വിൽ ഗോ ടു ബെഡിൽ പോയി കിടക്കും. ദെൻ എ നൈറ്റിംഗേൽ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ്സ് ടു ഹിം. അവൻ കിടക്കുന്ന സമയത്ത് എ നൈറ്റിംഗേൽ, വാട്ട് ഈസ് നൈറ്റിംഗേൽ? രാപ്പാടി, വാനമ്പാടി എന്നൊക്കെ പറയും. ഒരു വാനമ്പാടി പക്ഷി എന്ത് ചെയ്യും? പാട്ട് പാടുന്ന പക്ഷിയാണ് ഇത് നൈറ്റിംഗേൽ. അതെന്ത് ചെയ്യും? എന്നും അവൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? എ നൈറ്റിംഗേൽ വുഡ് സ്റ്റാർട്ട് സിംഗിങ് സ്വീറ്റ് സോങ്സ് ടു ഹിം. അവന് വേണ്ടിയിട്ട് വളരെ മധുരമുള്ള പാട്ടുകൾ ഈ രാപ്പാടി, ഈ വാനമ്പാടി പാടിക്കൊണ്ടിരിക്കും അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ. എവറി നൈറ്റ് ദി നൈറ്റിംഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. എവറി നൈറ്റ് ദി നൈറ്റിംഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. എല്ലാ രാത്രിയും ഇവന് വേണ്ടിയിട്ട് ആ നൈറ്റിംഗേൾ പാട്ട് പാടാറുണ്ട്. ഹി കുഡ് നെവർ സീ ദി നൈറ്റിംഗേൾ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. ഹി കുഡിൻറ്റ് സീ ദി നൈറ്റിംഗേൾ. അവന് ഇതുവരെ ആ വാനമ്പാടിയെ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്തൊക്കെ ആകെ ഇരുട്ടാണ്, രാത്രിയാണ്. അതുകൊണ്ട് അവന് ആ പാട്ട് കേൾക്കുക എന്നല്ലാതെ ആ വാനമ്പാടിയെ ഇതുവരെ അവന്, ആ നൈറ്റിംഗേളിനെ അല്ലെങ്കിൽ ആ കുയിലിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് സോങ് സൂത്ത്ഡ് ഹിം ടു സ്ലീപ്പ്. പക്ഷേ അതിൻ്റെ ആ പാട്ട് അവനെ ആ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അത്രയും മനോഹരമായ ഗാനമായിരുന്നു ആ വാനമ്പാടി ആലപിച്ചിരുന്നത്. വാട്ട് എ ലവ്ലി സോങ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് സിങ്സ്. വാട്ട് എ ലവ്ലി സോങ്, എന്തൊരു മനോഹരമായ ഗാനം. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്, എത്ര മനോഹരമായിട്ടാണ് അത് പാട്ട് പാടുന്നത്, എത്ര സുന്ദരമായിട്ടാണ് അത് പാട്ട് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇറ്റ്സ് സോങ്? പക്ഷേ അവൻ്റെ ആ പാട്ടിൻ്റെ മീനിങ് എന്താണ്? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇറ്റ്സ് സോങ്? അവൻ്റെ ആ വാനമ്പാടിയുടെ ആ ഗാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇവാൻ വുഡ് തിങ്ക്. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഇവാൻ എന്ത് ചെയ്യാറുണ്ട്? ചിന്തിക്കാറുണ്ട്. എന്ത്? ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്.
പക്ഷികളുടെ ഭാഷ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് ഇവാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത്. പക്ഷികളുടെ ഭാഷ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് ഇവാൻ ചിന്തിക്കാറുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 62. ലിറ്റിൽ ബേർഡീസ്, ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ. One day the merchant sent Ivan to the forest to fetch firewood. One day the merchant sent Ivan to the forest to fetch firewood. ഒരു ദിവസം ഇവാനെ തൻ്റെ ഈ യജമാനനായിട്ടുള്ള മെർച്ചൻ്റ് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? ടു ഫെച്ച് ദി ഫയർവുഡ്. ഫയർവുഡ്, വാട്ട് ഈസ് ഫയർവുഡ്? ഫയർവുഡ് മീൻസ് വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൻ്റെ യജമാനൻ അവനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു ഒരു ദിവസം. Soon the winds rose, the sky became clouded, the lightning flashed, the thunder roared loudly. Soon the winds rose. അവൻ കാട്ടിലെത്തിയ പാടെ പെട്ടെന്ന് തന്നെ വിൻസ് റോസ്, അതായത് കാറ്റടിച്ചു, ശക്തമായി കാറ്റടിച്ചു. ദി സ്കൈ ബിക്കെയിം ക്ലൗഡഡ്, ആകാശമെല്ലാം മേഘാവൃതമായി. ദി ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്, ഇടിമിന്നൽ വീശി, ഇടിമിന്നി. ദി തണ്ടർ റോർഡ് ലൗഡ്ലി, തണ്ടർ ഇടിമുഴങ്ങി ലൗഡ്ലി, അങ്ങനെ റോർഡ് ലൗഡ്ലി, വളരെ ഗർജിക്കുന്ന ശബ്ദത്തിൽ, ഉച്ചത്തിൽ ഇടിമുഴക്കവും ഇടിമിന്നലും കാറ്റും, മഴയുടെ സാധ്യത വരികയാണ്. അതായത് മേഘമൊക്കെ, ആകാശമെല്ലാം മേഘാവൃതമായി. ആൻഡ് ദി റെയിൻ ഫെൽ ഹെവിലി, പെട്ടെന്ന് തന്നെ ശക്തമായ മഴ പെയ്തു. ഇവാൻ സൂൺ റാൻ ടു ദി ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. ഇവാൻ സൂൺ റാൻ ടു ദി ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. അപ്പോൾ തന്നെ ഇവാൻ എന്ത് ചെയ്തു? ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ പോയിട്ട്, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ പോയിട്ട് ഇവാൻ നിന്നു. അതിൻ്റെ അടിയിൽ ഇവാൻ ഷെൽട്ടർ തേടി താമസിച്ചു. ഹി സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പോൾ ആ മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ, ഒരു ചില്ലയിൽ ഒരു വലിയ കൂട് അവൻ കണ്ടു. പക്ഷിക്കൂട് കണ്ടു. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിക്കൂട്. ഒരു വലിയ പക്ഷിക്കൂട് അവൻ കണ്ടു. 4 small birds were there in the nest and there was no one to protect them from the wind and the rain. ആ പക്ഷിക്കൂട്ടിൽ 4 ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. ആരുമില്ല അവരെ രക്ഷപ്പെടുത്താൻ. ഈ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആരുമില്ലാതെ അവരവിടെ അങ്ങനെ ആ കൂട്ടിലിരിക്കുകയാണ്, മഴ നനഞ്ഞുകൊണ്ട് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ. ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. ഇവാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളോട് ദയ തോന്നി. He climbed the tree and covered the little ones with his clothes. He climbed the tree. ഇവാൻ എന്ത് ചെയ്തു? ആ മരത്തിൽ കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് കവേർഡ് ദി ലിറ്റിൽ വൺസ് വിത്ത് ഹിസ് ക്ലോത്ത്സ്. തൻ്റെ തുണി ഉപയോഗിച്ച്, തൻ്റെ കയ്യിലുള്ള വസ്ത്രം ഉപയോഗിച്ച് ഇവാൻ എന്ത് ചെയ്യൂ? ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ മൂടി, മഴ നനയാതെ മൂടി. When the thunderstorm was over, the mother bird came back. അങ്ങനെ ഇടിമിന്നലും ഇടിയും മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മക്കിളി, ഇവരുടെ അമ്മപ്പക്ഷി എന്ത് ചെയ്തു? പാറി വന്നു. ദി ടീച്ചിങ് ബേർഡ്, ഇവനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന പക്ഷി. താങ്ക് യു ഇവാൻ, യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. താങ്ക് യു ഇവാൻ. ഇവാനോട് പറയാണ്, താങ്ക് യു ഇവാൻ നന്ദി. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചൈൽഡ് ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. നീ എൻ്റെ മക്കളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിച്ചു. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിഷ് ചെയ്യാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. ടെൽ മി വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ടെൽ മി വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. പറയൂ, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഒരു സംസാരിക്കുന്ന പക്ഷിയെ കണ്ടിട്ട് ഇവാൻ ആകെ സർപ്രൈസ്ഡായി, ആകെ അന്താളിച്ചു പോയി, അന്തം വിട്ടുപോയി. ഇവാൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്. ഇവാൻ മറുപടി പറഞ്ഞു, യു നോ അവർ ലാംഗ്വേജ്. നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയുമോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്.
നീ നിങ്ങളുടെ ഭാഷ, അതായത് പക്ഷികളുടെ ഭാഷ എന്നെ പഠിപ്പിക്കുമോ? സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഇവാനോട് ആ പക്ഷി പറഞ്ഞു, ഞങ്ങളുടെ കൂടെ സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ്, എൻ്റെ കൂടെ കുറച്ച് ദിവസം ഇവിടെ താമസിക്കൂ. ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ, ഞങ്ങൾ പറയുന്നത് പോലെ നിനക്കും ആ ഭാഷ സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു. ഇവാൻ റിമൈൻഡ് ഇൻ ദി ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ ഇവാന് കുറേ ദിവസം ആ ഫോറസ്റ്റിൽ താമസിച്ചു. ഹി ലേൺ ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദി മദർ ബേർഡ്. അങ്ങനെ ഈ അമ്മ പക്ഷിയിൽ നിന്നും പക്ഷികളുടെ ഭാഷ ഇവാൻ സ്വായത്തമാക്കി, ഇവാൻ പഠിച്ചെടുത്തു. ഇവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ ഇവാൻ എന്ത് ചെയ്യാണ്? സന്തോഷത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. സന്തോഷത്തോടെ ആ കാട്ടിൽ നിന്നും ഈ തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഓക്കെ, ടുഡേ we can stop here. In our next class we have to discuss the remaining parts. You can ask for any doubts or for further clarification. I think that you have done all your activities in the earlier classes. If you have any doubt, you can ask, or you have to complete it. Anyway, today this part is over. Now you read one or two times, then you will be able to understand it fully. In our next class we can discuss the remaining parts. Okay, thank you.